الله صلى الله عليه وسلم وعلى آله وصحابه أجمعين. أما بعد. الله رب سبحانه وتعالى നമ്മുടെ ഇബാദത്തിനെല്ലാം അല്ലാഹു തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ദുആവും നമ്മുടെ ഇഖ്ലാസും തഖ്വയും അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അതിന് അല്ലാഹു ഉത്തരം നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള സഹോദരന്മാരും മനുഷ്യന്മാരെല്ലാം ശാന്തമായിട്ട് ഈ സെക്കൻഡിൽ പക്ഷികളും എല്ലാ പക്ഷിവർഗവും പക്ഷികൾ ചെമ്മ ജീവുണ്ട്, കൂട്ടമുണ്ട്, കാറ്റുണ്ട്, കിളിയുണ്ട്, അങ്ങനെ ചെമ്മ പക്ഷികളും അതേപോലെ വേറെ ജീവികളുടെ ഇപ്പൊ നല്ല ശാന്തമായിട്ട് ഉറങ്ങിട്ട് എങ്ങനെ ഉറങ്ങിയിട്ട് നമുക്കൊരു പക്ഷി ഏതൊരു പക്ഷിയും പാറിയിട്ടില്ല, ബാവലി വിട്ടിട്ടില്ലേ, ബാവലി പാറട്ടെ, ബാക്കിയെല്ലാം ഉറങ്ങിയിരിപ്പം. 7 കെട്ടായ പിന്നെ എല്ലാം ചുറ്റുപണ്ട് പൂക്കിയുണ്ട്. അതേപോലെ നോക്കൊരു നാലുണ്ടുള്ള ലോകത്തിൽ എല്ലാ പക്കവും നല്ല രായത്തിലടക്കും. എത്ര മനുഷ്യന്മാർ ഇപ്പൊ ശാന്തമായിട്ട് ഉറങ്ങിയില്ല. ബാങ്ക് കേട്ടിട്ട് അസ്വലാത്തു ഖൈറും മിനൻ നൗം, ഉറക്കെടുക്കാണ് ഹൈറ്, നിസ്കാരായിട്ട് കേട്ടിട്ടും അത് കേട്ടിട്ട് അവിടെ ഉറങ്ങുടെ ഇങ്ങനെ നാ പോണ്ടില്ല, എന്തോ നാ എപ്പോഴും പോണ്ടില്ലല്ലേ, മനസ്സിലാകണ ചിന്ത എന്തോ നാ എപ്പോഴും പോണ്ടില്ലല്ലേ, ഇപ്പൊ ഇവിടെയൊക്കെ പോണ്ടെന്ന് ഇത് പോയി കേസ് ചെയ്യാവുക അങ്ങനെ ചൊല്ലിട്ട് എന്താണോ മനുഷ്യ മരണത്തെ ഹബറില്ലാണ്ട് ഒരു മയ്യത്തിന് ഇങ്ങനെ ആലോചനാക്കണം. മൂക്കുമ്പ് പഞ്ഞി വെച്ചത്, കാതുക്ക് പഞ്ഞി വെച്ചത്, കണ്ണുക്ക് പഞ്ഞി വെച്ചത്, ഇങ്ങനെ മയ്യത്തിനെ വളർത്തിയത് ഓർമ്മയാക്കിയിട്ട് നന്റെയും ഞാൻ ഇതേപോലെ വളർത്തു വരാനെ എടുത്തു പോകാനെ ചൊല്ലുന്ന ചിന്തയില്ലാണ്ട് മനുഷ്യ ഇങ്ങനെ മനുഷ്യന്മാരുടെ നഷ്ടത്തിലായിട്ട് പോയിടാം, വചനത്തിലായിട്ട് പോയിടാം. അവിടെ മനുഷ്യൻ മരണത്തെ ഹബറ് ചൊല്ലുന്ന സുബ്ഹാനല്ലാഹ് കാരണം എത്ര ആൾമാരെ ടേബിൾ ജനാൽമാർ ബാഗ് മുന്തോട് ഊട്ടിക്ക് പോകണം നിൽക്കുവാറ് അങ്ങ് ഓടേന്ന് പള്ളിയിൽ നിസ്കരിക്കണം. അയക്കും ഔക്കലിയുള്ള ചില മനുഷ്യന്മാരുള്ളാറ് പള്ളിക്ക് പോണ് ചൊല്ലുന്ന ചിന്തമേ ഇല്ല. അത്തരത്തിലുള്ള ആത്മാരെ ശരീരത്തുണ്ടെന്നോ ഞങ്ങൾ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ മയ്യത്തിനെ എങ്ങനെ എടുത്തു പോകണം? ഹംലുൽ മയ്യിത്തു അലാ നഹ്വി നഅശ്, മയ്യത്ത് കട്ടിൽ പോണോത്തതിൽ എന്താക്കണം? മയ്യത്തിനെ ഉത്താക്കിട്ട് പോകണം. മയ്യത്ത് കട്ടിൽ 4 റായത്തിലുള്ള കാണ്ടല്ല മയ്യത്ത് കട്ടിൽ അത് പോണോത്തത്. വയഹ്റുമു ഹംലുഹാ അലാ ഹൈഅത്തിൻ മുസരിയത്തിൻ കഹംലിഹാ ഫീ ഗിരാറത്തിൻ വഅലാ യദിൻ വകത്ഫിൻ, മയ്യത്തിനെ ഒരു മയ്യത്തിൽ ഒരു വിലയില്ലാട്ട് മയ്യത്തിൽ ഒരു മോശമായിട്ട് കാണും. മയ്യത്ത് കട്ടിലല്ലാത്തത് മയ്യത്തിനെ കയ്യിലെടുത്ത് കൊണ്ടോ അല്ലെങ്കിൽ നേരിട്ട് കുഞ്ചിൽ വെച്ചിട്ടെടുത്ത് കൊണ്ടോ മയ്യത്ത് ഒരു 3 കാശ് വിലയില്ല. മയ്യത്തിന് ഒരു മോശമായ ആളായിട്ട് കാണും. മയ്യത്തിന് ഒരു സ്ഥാനം കൊടുക്കില്ല. മയ്യത്തിന് പേടിയില്ല. മരണത്തെ പേടിയില്ലാത്ത രൂപത്തിൽ ഇങ്ങനെ ഒട്രാസ് മയ്യത്തിനെടുത്ത് കൊണ്ടോ അത് ഹറാമായിട്ട് എടുത്തു അങ്ങനെ എടുത്തു പോകണം ചെയ്ത മയ്യത്തിനെ ബഹുമാനിച്ചിട്ട് ആദരിച്ചിട്ട് മയ്യത്ത് കട്ടിൽ വെച്ചിട്ട് ചന്തത്തിൽ എടുത്തു പോകണോ. ഇനി മയ്യത്തിന് എന്തരാവണം തീരാ, മയ്യത്ത് പകർച്ചയാവണം തീരാ. അങ്ങനെ ചോദിക്കുന്നോ മയ്യത്തിന് എടുത്തു പോകുമ്പോഴത്തേക്കു മയ്യത്ത് പകർച്ച ആവില്ല ചൊല്ലുന്നു. പേടി നിനക്ക് വേണം. അതായത് മയ്യത്തിന് കെട്ടല്ല, കിളിയല്ല, മയ്യത്ത് കട്ടിലിൽ അപ്പനിപ്പുറം ഓടല്ല, മയ്യത്തിന് ശരീരത്തിൽ നൊമ്പലാവണ ചൊല്ലുന്ന ഒരു വിശ്വാസത്തെ ഞാൻ എന്താ കൂടെ എടുത്തു പോകണോ. എടുത്തു പോകേണ്ടതേപോലും മയ്യത്ത് അപ്പനിപ്പുറം ഓടിക്കളിക്കൊണ്ടു തീരാ, അതിന് കെട്ടിക്കിളിയോട് തീരാ, അതിക്ക് നൊമ്പലാവ തീരാ. ആ രൂപത്തിന് മയ്യത്തിനെ ബഹുമാനിച്ചിട്ട് ആദരിച്ചിട്ട് എടുത്തു പോകണോ. അല്ലാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഫലാ ബഅസ ബിഹംലിഹി അലൽ ഐദി വൽറിഖാബി കമാ ലാ ബഅസ ബിദാലിക ഫി തിഫ്ലി മുത്ലഖൻ. സാധാരണ ചെറിയ കിടാവുമ്പോൾ ചെറിയ മക്കൾ എന്താകാ മയ്യത്ത് കട്ടിലെടുത്ത് പോകുന്നില്ല, അതിനെ കയ്യിൽ പിടിച്ചിട്ട അല്ലെങ്കിൽ കുഞ്ചിൽ വെച്ചിട്ട് ഇങ്ങനെ എടുത്തു പോവാം. എന്തോ കാരണം ചിലപ്പോ മയ്യത്ത് കട്ടിൽ അതിനെ എടുത്തു പോയെന്നുണ്ടെങ്കിൽ അത് അപ്പനേപ്പറ ഓടുന്ന ചാൻസ് ഉണ്ടു, അതിന് കെട്ടിക്കുന്ന ചാൻസ് ഉണ്ടു, മയ്യത്തിക്ക് പകർച്ചാവുന്ന ചാൻസ് ഉണ്ടു, അതിന് നൊമ്പലാവുന്ന ചാൻസ് ഉണ്ട്. അതൊക്കെ ആ കിടാവിടെ എന്താക്കുക ചെറിയ മക്കളെ കയ്യിൽ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ കടലിൽ വെച്ചിട്ട് ബഹുമാനിച്ചിട്ട് എടുത്ത പോവാ, ഇന്നും തൊന്തരയില്ല. അപ്പൊ മയ്യത്ത് കട്ടില് അതിനെടുത്ത പോണ്ട വേണ്ട. അപ്പൊ വലിയ വലിയ മയ്യത്തിനല്ല
അങ്ങനെ എടുത്തു പോകുമ്പോൾ തീരാ. മാത്രമല്ല മയ്യത്തിനെ എടുത്തു പോകുമ്പോഴത്തേക്കും ഞങ്ങൾ പള്ളിക ഉത്തര മയ്യത്തിനെ ഭർത്തിയെടുത്ത് പറയുമ്പോ മയ്യത്ത് ഖബർസ്ഥാനത്തിൽ എടുത്തു പോകുമ്പോ ഞങ്ങൾ പോയിട്ട് തെരുടെ ഭാഗത്തിലായിട്ടിക്കൊണ്ട് മയ്യത്തിന് തലയുടെ ഭാഗം മയ്യത്തിന് എടുത്തു പോകേണ്ട ഭാഗം മയ്യത്തിന് തലയുടെ ഭാഗം അങ്ങനെ തെരുടെ ഭാഗം എതിർന്നു തല ബാക്ക് കാലിക്കൊണ്ടു ഇങ്ങനെ എതിർക്കാക്കിട്ട് മയ്യത്തിനെ എടുത്തു പോണു ഔത്തിരി ഭർത്തി എടുത്ത പറയുമ്പോ പോണ്ട തെരുടെ ഭാഗത്തിലായിട്ടിക്കൊണ്ട് മയ്യത്തിന് തല والإسراء به بلا عدو وستر نعش المرأة بنحو تابوت والإسراء به بلا عدو ഓടിപ്പോടുക തീരാ والإسراء മെല്ലെ നടക്കൊരു بلا به മയ്യത്തിനെടുക്ക بلا عدو ഓടി പോകണ്ട മയ്യത്തിനെടുത്തോണ്ട് ഓടുക തീരാ സ്പീഡ് നടക്കൊരു ചമ്മലല്ല അല്ല മയ്യത്തിനെടുക്ക വേഗ നടക്കൊരു ഓടുക തീരാ വേഗ നടക്കുക മെല്ലെ നടക്കുക തീരാ ಬೇಗ ನಡ್ಕೊಂಡು ಓಡೋದು ತೀರಾ ವಯಸ್ಸು. ಅದು ಮಾತ್ರವಲ್ಲ, ಅದು ಸುನ್ನತಾಯಿಟ್ಟಿക്കിട് ഒരു പെണ്ണിനെ മെയ്യത്തിന് കത്തിൽ വെച്ചിട്ട് പെട്ടിപ്പോണോത്തതിന് മെയ്യത്തിന് കത്തിൽ എന്താക്കോളൂ ബന്ധാക്കോളൂ. മെയ്യത്തിന് കട്ടിരുന്നാൽ എപ്പോഴും ആ മക്കൾ എടുത്തുകൊണ്ട അങ്ങനെ അല്ലാട്ട് മെയ്യത്തിന് ശരീര ആ മെയ്യത്ത് ഭർത്തക്ക് കാണാത്ത രൂപത്തിൽ അല്ലെങ്കിൽ മെയ്യത്തിന് മേൽ ഒരു തുണി ഉടുപ്പാട്ടിന്റെ ബന്ധാക്കണോ ഒരു കപ്പ അല്ലെങ്കിൽ ഒരു പെട്ടി വെച്ചിട്ട് മെയ്യത്തിന് എന്താക്കണോ മെയ്യത്ത് കട്ടിന്റെ പെണ്ണിങ്ങനെ മെയ്യത്ത് ബന്ധാക്കിട്ട് എടുത്തു പോകണം. ആകാശത്തിനും ഭർത്തും കാണാത്ത രൂപത്തിൽ സുന്നത്തായിട്ടിക്കിട് മെയ്യത്ത് എടുത്തു പോകുമ്പോ മെയ്യത്ത് കെട്ടുന്നട്ടിക്ക് ആര് പോണു സുന്നത്തിലെ പുരുഷന്മാർക്ക് അക്കത് സുന്നത്ത് ശക്തിയായ സുന്നത്തായിട്ടിക്കിട് മെയ്യത്തിനൊട്ടിക്ക് ആൺമക്ക മാത്രം പോണു. അമ്മൻ നിസാഉ ഫലാ തസ്രീഹ ലഹുന്ന പെണ്ണുങ്ങക ഫലാ തസ്രീഹ ലഹുന്ന അങ്ങ് സുന്നത്തിന്റെ മെയ്യത്തിനൊട്ടിക്ക് പോണു സുന്നത്തിന്റെ അനിക്ക് മാത്രം മെയ്യത്തിനൊട്ടിക്ക് പോണു സുന്നത്തുള്ളൂ. വൽ മശ്യു അമാമഹ ഇനി നടക്കുമ്പോ എങ്ങനെ നടക്കുന്നു മയ്യത്തിന് മുന്നിൽ നടക്കണം. അങ്ങനെ രാജ്യത്തും വേറെ രാജ്യത്തല്ല എങ്ങനെ മയ്യത്തിന് എതുള്ളൂ മയ്യത്തിനെ ബഹുമാനിച്ചിട്ട് മെയ്യത്ത് എടുത്തു പോകണ്ടെങ്കിൽ എത്തുണ്ട് അങ്ങനെ ബാക്കിൽ പോകണം അങ്ങനല്ല പോണായോ മെയ്യത്ത് ബാക്കണു ഞങ്ങൾ മെയ്യത്തിന് എതിർന്ന് നിൽക്കണം. ചിലരായിട്ട് അങ്ങനെ എടുത്തു പോണ്ടാറ് അവിടെ മെയ്യാണ്ടോടുമ്പോ മതക്കത്തി ഓടുമ്പോഴാണോ മെയ്യത്ത് ഇതാക്കി പോകുമ്പോഴാ നോക്കി നിന്നെ അവിടെ മെയ്യത്ത് ബാക്കിൽ ആൾമാരുടെ എതിർന്ന് പോയിന്നാണ് അങ്ങനെ പോണായോ മെയ്യത്ത് ബാക്കിൽ മെയ്യത്തിനെ വിട്ടിട്ട് പോകുമ്പോൾ തീരാ മയ്യത്തിനെ ഒട്ടികമേ എതിർന്നിക്കൊണ്ട് ഞങ്ങളുടെ ബാക്കിൽ മെയ്യത്തിക്കൊണ്ടു എതിർന്നു അതായിട്ട് അഫ്വാണ് ശ്രേഷ്ഠമായത്. മെയ്യത്തിനെ ഒട്ടികമേ മെയ്യത്തിനെ കാണി എതിർന്ന് നിന്നിട്ട് നടന്നിട്ട് പോവാനായിട്ട് അഫ്വാണ്. ഒരു കാരണവുമില്ലാത്ത വാഹനത്തിൽ മെയ്യത്തിന് എടുത്ത പോണക്കും തീരാ അത് കറാഹത്തായിട്ട്. ويسن المشي متفكرا بقلبه في الموت ذاكرا بلسانه بلا لغط മയ്യത്ത് എടുത്തു പോകുമ്പോ കൽബിലിങ്ങനെ തന്റെ കാലിങ്ങനെ എടുത്തപ്പോ മരണത്തെ ഓർമ്മിച്ചുകൊണ്ട് നടന്നിട്ട് പോണു. മെല്ലെ ജോറ് സൗണ്ടാക്കാറ്റ് ജോറ് സൗണ്ടാക്കാറ്റ് മെല്ലെ നിക്കറ് ചൊല്ലുകൊണ്ട് മെയ്യത്തിന് എടുത്ത പോണു. പക്ഷേ അതിനൊട്ടികയും നാളും നാളെ മരിക്കൂടെ നക്കും മരിക്കണമുണ്ടു. ഇത്ര വർഷം കാണിച്ച് ഒരു മനുഷ്യ ജനിച്ചത് പിന്നെ മരിക്കുന്ന ഉറപ്പും ഞാൻ പെത്തിനായിട്ട് മരിക്കുന്ന ഉറപ്പും അപ്പൊ ഞാൻ മരിക്കുക ചൊല്ലി യാതൊരു സംശയവുമില്ല. അപ്പൊ മെയ്യത്തിനൊട്ടിക ഇങ്ങനെ മരണം തന്നെ ഇങ്ങനെ ഉണ്ടാക്കി പോണ്ടായിരുന്നാല് തന്നെയും കുലിപ്പാട്ടുകാറ് തന്നെയും ഇങ്ങനെ എടുത്തപ്പോൾ പള്ളിയിൽ നിസ്കരിക്കാറ് എല്ലാവരും കൂടിയിട്ട് തന്നെ ക്രിസ്ത്യനുമുണ്ടു എല്ലാവരും കൂടിയിട്ട് തന്നെ ചമക്കോടുമുണ്ട് നാളെ ആ ചിന്തയില് ഇങ്ങനെ എന്താകാ എല്ലാ ദിക്റും സ്വന്തോട്ടു മെയ്യത്തിനൊട്ടിക്ക് പോവാ. ഇനി വയുസ്തഹബ്ബു ലിമൻ മറത്ത് ബിഹി ജനാസത്തുൻ അയ്യദുഉ ലഹാ ഇൻ കാന മുസ്ലിമൻ വഅയ്യഖൂല ഇങ്ങനെ ചൊല്ലുന്നു. ഒരു മെയ്യത്ത് എടുത്തുകൊണ്ട് അവിടെ മസീദിയിലുള്ള അല്ലെങ്കിൽ ഗാഡിയിൽ പോയുള്ള അല്ലെങ്കിൽ ഏതൊരായത്തിൽ പോയിടാ അവിടെ ഒരു മെയ്യത്തിന് എടുത്തു പോകേണ്ടത് ഞങ്ങൾ എതിർന്ന് കണ്ടെങ്കിൽ ആ മെയ്യത്തിന് വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ ദുആ സുന്നത്തുണ്ടോ. അതേപോലെ ഇക്കാന മുസ്ലിമൻ ആ എടുത്തു പോകേണ്ട മെയ്യത്ത്
സമയത്ത് മുസ്ലിമായിട്ടുണ്ടെങ്കിൽ പോലെ ഇങ്ങനെ ചൊല്ലുന്ന സുന്നത്തുണ്ട് സുബ്ഹാനൽ ഹയ്യല്ലദീ ലാ യമൂതുല്ലാഹു അക്ബർ സദഖല്ലാഹു വറസൂലുഹു മേലായ വലിയ റബ്ബു ചൊല്ലുന്നത് സത്യമാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധനാണ് വായിത്തത് സദഖല്ലാഹു വറസൂലുഹു നിന്റെ അല്ലാഹു ചൊല്ലുന്നത് അള്ളാഹു റസൂൽ ചൊല്ലുന്നത് സത്യമായിട്ട് തന്റെ റബ്ബു വാഗ്ദാനാക്കി കാര്യമായിട്ട് മരിക്കണ ചൊല്ലുന്നത് എല്ലാവരും അള്ളാഹു റസൂലു അല്ലാഹുമ്മ സിദ്ന ഈമാനം വതസ്ലീമ ആമീൻ ഇങ്ങനെ ചൊല്ലുമ്പോൾ സുന്നത്തായിട്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നല്ല നിനക്ക് മരിക്കുവാനൊക്കെ തൗഫീഖ് നൽകട്ടെ. ഇനി എടുത്തു പോകേണ്ടത് ഒരു മനുഷ്യനായിട്ടുണ്ടെങ്കിൽ തെച്ചോട് എച്ചിരിക്കലായിട്ട് സുന്നത്ത് മനുഷ്യൻ ഏത് ജാതിയായെങ്കിലും സമ നമ്മൾ ഒടേക്ക് തെച്ചിട്ടുണ്ടെങ്കിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ ഹത്തലായിട്ട് എടുത്തു പോകുമ്പോഴത്തേക്കും എച്ചിരിക്കുമ്പോൾ സുന്നത്തുണ്ട്. മനുഷ്യ വർഗത്തെ ഞങ്ങൾ എന്താക്കണം ബഹുമാനിക്കണം, മുസ്ലിമായ കൈക്ക് ദുആക്കണം, അതിനൊട്ടിಗೆ നമ്മൾ എന്താക്കണം നിക്കറുള്ള ചൊല്ലുന്നു. അല്ലാഹുവേ യഥാർത്ഥ മുഅ്മിനായി ഈമാൻ രക്ഷപ്പെട്ടിട്ട് അല്ലാഹു ആഖിബത്ത് നല്ലതായിട്ട് നല്ല ചന്തത്തിലും അല്ലാഹു ദോഷത്തെ കൽകിയിട്ട് ഞങ്ങളെ ശരീര ശുദ്ധിയായിട്ട് ചന്തത്തിലായിട്ട് മരിക്കുമ്പോൾ നീ തൗഫീഖ് തരണം അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. നമ്മൾ ചൊല്ലുന്നതും കേട്ടതും അല്ലാഹു സ്വാലിഹായ ഇബാദത്തിന്റെ കൂട്ടത്തിൽ പെടുത്തിട്ട് ആമീൻ.